ഹലോ ചിൽഡ്രൻ, കഴിഞ്ഞ വർഷത്തെ അതായത് 2020 SSLC മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫുൾ ആൻസറിംഗിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1, 25, 49, 73, 97 അങ്ങനെ പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദ്യം, വാട്ട് ഈസ് സിക്സ്ത് ടേം? ഈ സീക്വൻസിലെ ആറാമത്തെ പദം എന്താണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. 1, 25, 49, 73, 97 ഈ ചോദ്യത്തിലെ ആറാം പദത്തിലേക്ക് എത്തുവാൻ അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് ഇതിന്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയെന്ന് അറിയണ്ടേ? അതിനെന്താ ചെയ്യാ? 25 മൈനസ് 1 ചെയ്താൽ നമുക്ക് 24 ആണ് ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ്. ഇനി 5 ടേം വരെ നമുക്ക് തന്നിട്ടുണ്ട്. ആറാം പദം കണ്ടെത്തുവാൻ 97ന്റെ കൂടെ 24 കൂട്ടിക്കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത പദം സിക്സ്ത് ടേം കിട്ടും. അപ്പൊ എത്ര വരിക? സിക്സ്ത് ടേം x6 ഈക്വൽ ടു 97 പ്ലസ് 24. അപ്പൊ എത്ര വരിക? 7 4 കൂട്ടിയാൽ 11, ബാക്കി 1, 121 ആയിരിക്കും ഇതിലെ സിക്സ്ത് ടേം. ഇനി ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, how many perfect squares are there in this sequence? ഈ സീക്വൻസിൽ എത്ര പൂർണ്ണവർഗ സംഖ്യകളുണ്ട്? അപ്പൊ നോക്കി നോക്കുക. നമ്മള് 1, 25, 49 ഈ നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്, പൂർണ്ണവർഗങ്ങളാണ്. 1 സ്ക്വയർ അതായത് 1, 25 സ്ക്വയർ എന്ന് പറഞ്ഞാല് 5 ആണ്. 49ന്റെ പെർഫെക്റ്റ് സ്ക്വയർ 7 ആണ്. അപ്പൊ ഇതിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടായിരിക്കും? നമ്മളോട് സീക്വൻസ് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: 97, 73, 49, 25, 1 ഇങ്ങനെ തുടങ്ങുന്ന ഈ സീക്വൻസിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട് എന്ന് ചോദിച്ചാൽ 1, 25, 49 3 ഉണ്ട്. അപ്പൊ അതിന്റെ ബി ക്വസ്റ്റ്യന്റെ ഉത്തരം നമുക്ക് എഴുതുക 3. 3 പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട്. ഇത്രയും ചെയ്താൽ നമുക്ക് 2 മാർക്കായി. ഇനി അതിലുള്ള രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തില് ഒരു സർക്കിള്, ആ സർക്കിളിലെ 2 കോണുകളാണ് ABCD. അപ്പോ ഈ സർക്കിളിലെ 2 ചാപങ്ങളാണ് ABയും CDയും. എന്നിട്ട് നമുക്ക് AB-യുടെ നീളം തന്നിട്ടുണ്ട്. AB 10 സെന്റിമീറ്റർ ആണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. PB-യുടെ നീളം തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ്. PD തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ PA എത്രയായിരിക്കും എന്നാണ് ഒന്നാമത്തെ ചോദ്യം. PA എത്രയായിരിക്കും എന്ന് കാണാൻ വളരെ ഈസി അല്ലേ? PB-യുടെ നീളം തന്നിട്ടുണ്ട്, AB-യുടെ നീളം തന്നിട്ടുണ്ട്. AB എത്രയാണ്? 10 സെന്റിമീറ്റർ മൈനസ് PB-യുടെ നീളം തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇതുവരെയുള്ള നീളം കണ്ടൂടെ? AP സമം 10 മൈനസ് 4 6 സെന്റിമീറ്റർ. അപ്പോ ഒരു ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് PC എത്രയാണ്? ഇവിടുന്ന് ഇതുവരെയുള്ള അകലം നമ്മൾ എങ്ങനെ കാണും? ഇത് കാണാൻ നമുക്ക് AB-യുടെ ഫുൾ ലെങ്ത് തന്നിരുന്നു. പക്ഷേ CD-യുടെ ലെങ്ത് മുഴുവനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? CD മൈനസ് PD ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ CD-യുടെ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമുക്കിത് കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണിത്? PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ചുവന്ന മഷി കൊണ്ട് എഴുതിയിട്ട് കാണുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? നമ്മള് ഒട്ടിച്ചു വെക്കണം, പെട്ടെന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിട്ട്. PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD. PA നമുക്കറിയാം, PA നമ്മൾ കണ്ടെത്തി. PA എത്രയായിരുന്നു? 6 ഇൻറ്റു PB നമുക്കറിയാം 4 ആണ് സമം PC നമുക്കറിയില്ല. PD എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെയുള്ള അകലം 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി PC കണ്ടൂടെ? എന്ത് ചെയ്താൽ മതി? PC സമം 6 ഇൻറ്റു 4നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 6 ഇൻറ്റു 4
ഈ 3 ഡിനോമിനേറ്ററിൽ വരും. അപ്പൊ എത്ര വരിക? 24 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 8. അപ്പൊ പി സിയുടെ നീളം 8 സെന്റിമീറ്റർ ആയിരിക്കും, പി എയുടെ നീളം 6 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബഹുപദം പി എക്സ് സമം എക്സ് സ്ക്വയർ മൈനസ് 4നെ 2 ഒന്നാംകൃതി പോളിനോമിയലുകളുടെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണിതമാക്കി എഴുതുക. വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യനും. ഓക്കെ, പി എക്സ് സമം എക്സ് സ്ക്വയർ മൈനസ് 4. അപ്പൊ എന്താണ് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി പോളിനോമിയലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് പോളിനോമിയലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോളിനോമിയലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ബഹുപദങ്ങൾ, കുറെ ടേമുകൾ, നമ്മളിപ്പോ അരിത്തമാറ്റിക് സീക്വൻസിലൊക്കെ കുറെ പദങ്ങൾ പഠിച്ചില്ലേ, അതുപോലെ കുറെ പദങ്ങൾ ഉണ്ടാവും. ഇവയുടെ പ്രത്യേകത ഇതിലൊരു എക്സ് ഉണ്ടാവും, അതായത് ഒരു വേരിയബിൾ ഉണ്ടാവും, പിന്നെ വിലകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അക്കം ഇതിലുണ്ടാവും. എക്സ് എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. അതിന്റെ അപ്പുറത്ത് ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും, അതായത് ഒരു സ്ഥിരസംഖ്യയും ഉണ്ടാവും. ഇവക്ക് മാറ്റം വരില്ല. ആർക്കേ മാറ്റം വരുള്ളൂ? എക്സിന് മാറ്റം വരും. പിയുടെ വിലകൾ മാറുന്നതിനനുസരിച്ചിട്ട് ഈ എക്സിന് നമുക്ക് വിലകൾ മാറ്റി കൊടുക്കാം. പിന്നെ എക്സിന്റെ പ്രത്യേകത അപ്പൊ ഇതിന്റെ പേര് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്നാണ്. എക്സിന്റെ ഗുണാങ്കമാണ് ഇത്. ഇതിന് മാറ്റം വരില്ല. ആർക്കാ മാറ്റം വരുള്ളൂ? എക്സിനാണ് വരിക. പിന്നെ എക്സിന്റെ കൃതികൾ ഉണ്ടാവും, അല്ലെങ്കിൽ പവേഴ്സ് ഉണ്ടാവും. എക്സിന്റെ കൃതി 1 ആവുമ്പോൾ, എക്സിന്റെ പവർ 1 ആവുമ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്, അല്ലെങ്കിൽ ഒന്നാം കൃതി ബഹുപദമാണ്. എക്സിന്റെ പവർ 2 ആവുമ്പോൾ, എക്സിന്റെ പവർ 2 ആവുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സിന്റെ കൃതി 2 ആണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് സ്ക്വയർ കഴിഞ്ഞാല് ബിയുടെ കൂടെ ഒരു എക്സും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ എന്താണ്? എക്സ് ഒന്നും ഇല്ലാത്ത ഒരു നമ്പറും വേണ്ടി വരും. ഇതാണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അല്ലെങ്കിൽ 2ാം കൃതി ബഹുപദം എന്ന് പറയുന്നത്. അപ്പൊ ഈ മോഡലിലാണ് ഇനി 2ാം കൃതി, 3ാം കൃതി, 4ാം കൃതി അങ്ങനെ പോകും. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇതിലുള്ളത് എന്താണ്? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ മോഡലിലാക്കി എഴുതണം. ഒരു ഫസ്റ്റ് ഡിഗ്രി, അതായത് എക്സിന്റെ പവർ 1 കിട്ടുന്ന രീതിയിൽ നമ്മൾ മാറ്റി എഴുതി കൊടുക്കണം എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 4 ആണ് അല്ലെ? അതായത് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ് ഇൻറ്റു എക്സ് അല്ലേ? നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? എക്സ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇങ്ങനെ എഴുതി കൊടുത്തൂടെ? നോക്കിയപ്പോ ഇത് ഗുണിച്ചാൽ നമുക്ക് ഇത് ഉത്തരം കിട്ടുന്നുണ്ടോന്ന്? എക്സ് ഇൻറ്റു എക്സ് എത്ര വരിക? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. ഇനി എക്സ് ഇൻറ്റു 2 എത്ര വരിക? എക്സ് ഇൻറ്റു 2 2x. അടുത്തത് മൈനസ് 2x, മൈനസ് 2 ഇൻറ്റു എക്സ്. അപ്പൊ എത്ര വരിക? മൈനസ് 2x. ഇനിയോ മൈനസ് 2 ഇൻറ്റു പ്ലസ് 2 അപ്പൊ എത്ര വരിക? മൈനസ് 4. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 2x ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി നമ്മളെ കയ്യിലുള്ളത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. പി ഓഫ് പി എക്സ് സമം എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? ഈ പി എക്സ് സമം എക്സ് സ്ക്വയർ മൈനസ് 4നെ 2 ഒന്നാം കൃതി സമവാക്യങ്ങളായി, 2 ഒന്നാം കൃതി, ഇതിനെ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണിതമാക്കി എഴുതുക. അപ്പൊ നമ്മൾ എന്തെഴുതി? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയ ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. കോർഡിനേറ്റ്സിനാണ് 4ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. ഇത് O is the center of the circle എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ, ഈ വൃത്തത്തിന്റെ സമവാക്യം തന്നിട്ടുണ്ട്. അതാണ്
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സമം 25 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദ്യം വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഈ വൃത്തത്തിന്റെ ആരം എത്ര? രണ്ടാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ചെയ്തിട്ട് പറയാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 20 സ്ക്വയർ എന്താണ് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് ഈ സർക്കിളിന്റെ ഇക്വേഷൻ ശരിക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സമം ആർ സ്ക്വയർ ആണ് കേട്ടോ. സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സമം ആർ സ്ക്വയർ. അതായത് റേഡിയസ് ഇവിടെയാണ്, ഒറിജിനിലാണ് ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം, ഇതൊക്കെ എന്താണ് ഈ സർക്കിളിന്റെ ഈ വൃത്തത്തിന്റെ റേഡിയസ് ആണ്, അല്ലെങ്കിൽ ആരമാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ നമുക്ക് 25 എന്ന് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ എത്രയായിരിക്കും? ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് ഇങ്ങനെ എഴുതാം. അത് എന്താണ് ആർ സ്ക്വയർ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എത്രയായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 6. അതായത് ഇവിടെ 25 സ്ക്വയർ റൂട്ട് ഓഫ് 25. ആറിന്റെ സ്ഥാനത്ത് നമുക്ക് 25 തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 25ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു, അപ്പൊ ആർ ഈക്വൽ ടു എന്ത് പറയാ? 5. റേഡിയസ് ഓഫ് ദ സർക്കിൾ നമുക്ക് 5 എന്ന് കിട്ടി. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയി. ഇനി അതിലുള്ള ബി, ക്വസ്റ്റ്യൻ നമ്പർ ബി നോക്കൂ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഹൂസ് സെന്റർ ഈസ് അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 3. ഒന്നുമില്ല, ഇത്ര ചോദ്യങ്ങളൊക്കെ കാണുമ്പോ നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾക്കുള്ള ക്ലൂ ഇതിലെ ഒന്നാമത്തെ ചോദ്യത്തിലുണ്ട്. ഇത് റേഡിയസ് 5 ആണ്. ഇതിന്റെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സമം 25 ആണെങ്കിൽ നമ്മളോട് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് ഇത് 3 ആണെങ്കിൽ എന്തായിരിക്കും അങ്ങനെയുള്ള ഒരു വൃത്തത്തിന്റെ ഇക്വേഷൻ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സമം 3 സ്ക്വയർ എന്നിട്ട് കൊടുക്കുക. അപ്പൊ എത്ര വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സമം 9. ഇതാണ് ചോദ്യത്തിന്റെ ഉത്തരം. ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഈസി അല്ലേ? ഇപ്പൊ ഇത്രയും ഈ 4 ചോദ്യങ്ങളിൽ നിന്ന് 3 ചോദ്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ എത്ര ഉത്തരം 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മളെ 6 മാർക്കിന്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെ നമ്മൾ 5ാമത്തെ ചോദ്യത്തിലേക്ക് എത്തി. ഇത് ഓരോ ചോദ്യത്തിന് 3 മാർക്ക് വീതാണ്. റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് whose algebraic expression is 5n plus 3. ഇപ്പൊ നമുക്ക് ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. സീക്വൻസിന്റെ അൽജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് വെച്ചിട്ട് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കാണുക. എന്താ ചെയ്യേണ്ടത്? എന്നിന്റെ കൂടെയുള്ള ടേം ഏതാണോ അതായിരിക്കും ഇതിന്റെ കോമൺ ഡിഫറൻസ്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ്. പൊതുവ്യത്യാസത്തിന്റെ കൂടെ ഈ ടേം കൂട്ടിയാൽ എത്ര കിട്ടും? അതാണ് ഇതിന്റെ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പൊ 8. ഇത്ര എഴുതിയാൽ നമുക്ക് 1.5 മാർക്കായി. ഇനി അടുത്ത ചോദ്യം ഇതിൽ തന്നെയുള്ള വേറൊരു ചോദ്യമാണ്. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 8. അപ്പൊ ഫസ്റ്റ് ടേം 8 ആണെന്ന് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 5 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ അരിത്തമാറ്റിക് അൽജിബ്രായിക് ഫോം എഴുതണം. അൽജിബ്രായിക് ഫോം എഴുതാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് എഴുതുക. xn സമം കോമൺ ഡിഫറൻസ് 5. അതിന്റെ കൂടെ n ചേർത്ത് കൊടുക്കുക. അടുത്തത് ഫസ്റ്റ് ഈ കോമൺ ഡിഫറൻസിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ഫസ്റ്റ് ടേം കിട്ടാൻ നോക്കുക. അപ്പൊ കോമൺ ഡിഫറൻസ് 5, 5ന്റെ കൂടെ 6, 7, 8 3 ടേമുകൾ കൂട്ടിയാൽ ഫസ്റ്റ് ടേം കിട്ടും. അവിടെ 3 എഴുതി കൊടുക്കുക. 5n plus 3 ആയിരിക്കും ഇതിന്റെ അൽജിബ്രായിക് ഫോം. പുറത്തൊക്കെ നോക്കി വെക്കാം. ഇതെന്താണ് സംഭവം? എ ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറെ രീതിയിൽ നമ്മളോട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് മനസ്സിലാക്കാൻ നിങ്ങളെ സബ് ക്വസ്റ്റ്യൻസ് കാണുമ്പോ ഇതും ആ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും സീക്വൻസും തമ്മിലൊക്കെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നും കൂടിയാണ് ഇവിടെ എക്സാമിനർ ചെക്ക് ചെയ്യുന്നത്. 3 മാർക്കിലുള്ള 6ാമത്തെ ചോദ്യം. ഇങ്ങനൊരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട്
ട്രയാങ്കിൾ എ ബി സി 90 ഡിഗ്രിയാണ്, ആംഗിൾ ഡി 45 ഡിഗ്രിയാണ്, ആംഗിൾ സി 45 ഡിഗ്രിയാണ്, എ ബിയുടെ നീളം 10 സെന്റിമീറ്റർ ആണ്. ഇത്രയും നമുക്ക് വിവരങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം, എ സിയുടെ നീളം കണ്ടുപിടിക്കുക. എ സിയുടെ നീളം കണ്ടുപിടിക്കാൻ നമുക്കുള്ള ക്ലൂ, ഇവിടെ 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. അപ്പൊ ഇത് എത്രയായിരിക്കും? ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകൾ കൂട്ടിയാൽ ആകെ കോണളവ് 180 ഡിഗ്രിയാണ് വരേണ്ടത്. അതിൽ ഒരു കോണ് 90 ഡിഗ്രി പോയാൽ 180 90 പോയാൽ ബാക്കി 90 ഉണ്ടാവും. അതിൽ തന്നെ ഈ കോൺ 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ഒരു 45 ഡിഗ്രി, 90 ഡിഗ്രി എന്നീ കോണളവുകളുള്ള ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ് എ ബി സി. ഇതിന്റെ പ്രത്യേകത നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. 45 ഡിഗ്രി, 90 ഡിഗ്രി എന്നീ കോണളവുകളുള്ള റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോക്കും ഒരു പ്രത്യേകതയുണ്ട്. 45 ഡിഗ്രിക്ക് എതിർവശം 1 ആണ്, 45 ഡിഗ്രിക്ക് എതിർവശം 1 ആണ്, 90 ഡിഗ്രിക്ക് എതിർവശം √2 ആണ്. ഇനി ഇവിടെ നോക്കിയേക്കുക, ഇത് 45 ഡിഗ്രിക്ക് എതിർവശം 10 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എ ബി 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. എ ബി 45 ഡിഗ്രിക്ക് എതിർവശം 10. അതേപോലെ തന്നെ ഈ 45 ഡിഗ്രിയുടെ എതിർവശമാണ് ബി സി. അപ്പൊ ഇതും എന്തുതന്നെയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എന്താണ്? ഇതൊരു 45, 90, 45 ഡിഗ്രി ഉള്ള കോണുകളുള്ള ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് 10 ആണെങ്കിൽ ഈ 45 ഡിഗ്രിക്ക് താഴെ 10 എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ ഇവിടെയോ 10 × √2 ആയിരിക്കും. എന്ത് വരിക? അപ്പൊ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡാണ് എ സി എന്ന് പറയുന്നത്. അതുകൊണ്ട് എ സി സമം 10 √2. ഈസി ആയി കണ്ടൂടെ? അപ്പൊ ഈ ലെങ്ത് നമുക്ക് കിട്ടി 10 √2 ആണ് ഇവിടുന്ന് ഇതുവരെയുള്ള എ സിയുടെ നീളം. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കം ട്രയാങ്കിൾ എ ബി സി? എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിള്, ഈ ട്രയാങ്കിളിന്റെ പുറത്തുകൂടി നമ്മളൊരു വൃത്തം വരച്ചാൽ അതാണ് പരിവൃത്തം അല്ലെങ്കിൽ സർക്കിള്. അതിന്റെ ഉള്ളിലുള്ള ഈ ട്രയാങ്കിളിനാണ് നമുക്ക് സർക്കം ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നീളമാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതാണ്? സർക്കം ട്രയാങ്കിൾ എ ബി സി. അപ്പൊ ഇതാണ് ഒ ബി ആണ്, ഇതാണ് സെന്റർ. ഇത് കേന്ദ്രമാക്കിയിട്ട് നമ്മൾ ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഈ ഒ ബി ആണ് ആ വൃത്തത്തിന്റെ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? ഒ ബി എത്ര വരുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ? ഈ ട്രയാങ്കിളിനെ മാത്രം നോക്കിക്കൂ. ഇത് 45 ആണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. കണ്ടില്ലേ? ഇത് രണ്ട് പെർപെൻഡിക്കുലാർ ലൈനുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിലുള്ള കോണാണ്. ഇത് 90 ഡിഗ്രി, ഇവിടെ 90, ഇവിടെ 45 ആവുമ്പോൾ ഇവിടെ ആദ്യം 90 ആയിരുന്നു അല്ലെ? അതിന്റെ നടുവിലൂടെയാണ് ഇപ്പൊ ഈ ഡയഗണൽ പോയത്. അപ്പൊ ഇതെന്ത് ചെയ്തു? 45, 45 എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇത് എന്ത് കിട്ടി? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇതെന്താ? ട്രയാങ്കിൾ എ ഒ ബി കൺസിഡർ ചെയ്താലും എന്തൊക്കെയാ വരിക? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി വീതമുള്ള 3 കോണുകളാണ് ആംഗിൾ എ, ആംഗിൾ ഒ, ആംഗിൾ ബി എന്നിവ. അപ്പൊ അവയ്ക്കുടെ ഓപ്പോസിറ്റ് സൈഡ് 1:1:√2 എന്നുള്ള റേഷ്യോയിലാണ്. ഇനി നമുക്ക് എന്തൊക്കെ അറിയാം? ഈ 90 ഡിഗ്രിക്ക് എതിർവശം 10 ആണ് അല്ലെ? അപ്പൊ √2 ഇവിടെ 10 ആണ്. അങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രിക്ക് എതിർവശം എത്രയായിരിക്കും? ഈ 10ന്റെ പകുതി എടുക്കുക, 5. എന്നിട്ട് എന്ത് ചെയ്യുക? √2 ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ 5√2 എന്നാണ് വരിക. ഇതാണ് ആൻസർ. അപ്പൊ എന്താ കിട്ടിയ നമുക്ക്? സർക്കം റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5√2 ആണ് വരിക. ഇനി ഇതിൽ സി ക്വസ്റ്റ്യനും കൂടി ബാക്കിയുണ്ട്. സി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കം ട്രയാങ്കിൾ എ ബി ഡി? അതായത് ഈ സർക്കം ട്രയാങ്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഈ സർക്കം ട്രയാങ്കിളിന്റെ റേഡിയസും എന്തെന്നെ ആയിരിക്കും? ഇത് 5√2 ആണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള അകലം എത്രയുടെ ആയിരിക്കും? 5√2 ആയിരിക്കും. അല്ലെങ്കിൽ നോക്കിയേക്കൂ, ഇത് 90 ഡിഗ്രി ആയിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ എത്രയായി? ഇത് ഡയഗണൽ ആണ്. ഈ ഡയഗണൽ ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്തപ്പോൾ, സമഭാഗം ചെയ്തപ്പോൾ
ഇവിടെ 45 ഇവിടെയും 45 ഡിഗ്രി, ഇത് 90 ആയിരിക്കും. അപ്പൊ എത്രയ്ക്കാ വരിക ഈ സൈഡുകളെ നോക്കി നോക്കൂ. ഈ സൈഡ് ഓൾറെഡി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എ സിയുടെ നീളം നമുക്ക് കിട്ടിയിട്ടുണ്ട് 10√2 ആയിരുന്നു എ സി, നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇതുവരെയുള്ള നീളം 10√2 ആണെങ്കിൽ ഓ എത്രയായിരിക്കും? 5√2. 5√2. ഈ സൈഡ് ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അതേപോലെ തന്നെയാണ് ഈ 45 ഡിഗ്രിയുടെ എതിർവശം എത്ര തന്നെ ആയിരിക്കും? 5√2. അപ്പൊ നമുക്ക് നിങ്ങളോട് ചോദിച്ചത് എന്താണ്? ഈ നീളാണ് ചോദിച്ചത്. അപ്പൊ ഓ എത്ര കിട്ടുക? ഓ എ സമം 5√2, അല്ലെങ്കിൽ എന്ത് പറയാം? ഓ എ സമം ഹാഫ് ഓഫ് എ സി, AC/2. അപ്പൊ എ സി എത്രയാണ്? 10√2 ഡിവൈഡ് ബൈ 2 ചെയ്താൽ കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? ഓ എ 5√2. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫിഗർ നല്ല വൃത്തിയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് എക്സാം പേപ്പറിൽ നന്നായിട്ട് വരച്ചിരിക്കുക. ഇനി 7ാമത്തെ ചോദ്യം ഒരു കൺസ്ട്രക്ഷൻ ആണ്, ഒരു നിർമ്മിതിയാണ്. ടാൻജൻസ് വരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. ആരം 3 സെന്റിമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പൊ ആരം 3 സെന്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക. എന്നിട്ട് 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് കോമ്പസ് ഇവിടെ വെച്ചിട്ട് കോമ്പസിൽ 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇത്ര ആരം നമ്മൾ ഇതൊന്ന് അടയാളപ്പെടുത്തിക്കോളൂ. എന്നിട്ട് മാർക്ക് എ പോയിന്റ് പി at a distance 6 centimeter from the center. സെന്റർ ഇത് ഇവിടെ നിന്നും സ്കെയിലിൽ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ പി അടയാളപ്പെടുത്തുക. അപ്പൊ ഒ പി എത്രയായിരിക്കും? ഒ പി സമം 6 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഡ്രോ ടാൻജൻസ് ഫ്രം പി. ഈ പിയിൽ നിന്നും ടാൻജൻസ് വരക്കണം. അതിന് നമ്മൾ ആദ്യം തന്നെ ഈ ഒ പി എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, ഒ പി എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് കാണണം. ലൈൻ ബൈസെക്ടർ വരക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസ് ഇവിടെ വെക്കുക. പകുതിയിലധികം കോമ്പസിൽ എടുത്തിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരക്കുക. ഇവിടെ സെന്ററിൽ ഓയിൽ കുത്തിയിട്ട് അതേപോലെ അതേ മെഷർമെന്റ് ഇങ്ങോട്ട് എടുത്ത അതേ മെഷർമെന്റ് തന്നെ കോമ്പസ് വെച്ചിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് വരക്കുക. അളവ് മാറ്റാതെ കോമ്പസിനെ ഇവിടെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ആർക്ക് വരക്കുക. അതേപോലെ ഇവിടെ തന്നെ കോമ്പസ് വെച്ചിട്ട് ഇങ്ങോട്ട് ആർക്ക് വരക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ കോമ്പസ് എടുക്കണു. കോമ്പസില് ഈ ഒ പിയുടെ നീളത്തിന്റെ പകുതിയിലധികം എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വരക്കുക. അതേ ഇതുകൊണ്ട് തന്നെ ഇങ്ങോട്ടും വരക്കുക. ആ കോമ്പസിന്റെ അളവ് മാറ്റാതെ പിയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരക്കുക. അതേ അളവിൽ തന്നെ ഇങ്ങോട്ടും വരക്കുക. അപ്പൊ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇതിങ്ങനെ വരക്കുക. അപ്പൊ നമുക്കൊരു പോയിന്റ് ഇവിടെ കിട്ടും. ഈ രണ്ട് ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടും. ഈ പോയിന്റിൽ കോമ്പസ് വെച്ച് ഇവിടുന്ന് ഇതുവരെയുള്ള അകലം റേഡിയസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഒരു സർക്കിൾ വരക്കുക. അങ്ങനെ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിള് ആദ്യത്തെ സർക്കിളിന്റെ ഈ പോയിന്റിലും കൂട്ടിമുട്ടും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് എന്താ എക്സ് എന്ന് പേര് കൊടുക്കാം, ഇവിടെ വൈ എന്നും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാ? സ്കെയിൽ ഉപയോഗിച്ച് പി എക്സ് എന്ന് പറയുന്ന ലൈന് കൂട്ടിയോജിപ്പിച്ച് വരക്കുക. അതേപോലെ പി വൈ എന്ന് പറയുന്ന ലൈന് കൂട്ടിയോജിപ്പിച്ച് വരക്കുക. അതുപോലെ ഇവിടെ പി എക്സ് എന്ന് പറയുന്ന ലൈനെ കൂട്ടിയോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് ടാൻജൻസ് കിട്ടും. ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം തൊടുന്ന വരകളാണ് തൊടുവരകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒറ്റ പോയിന്റിൽ മാത്രമേ തൊടുള്ളൂ. ഒരു സർക്കിളിന്റെ 2 പോയിന്റിലും കൂടി തൊടുന്ന വരകളാണെങ്കിൽ അവർക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? അത് കോഡാണ്. ഒരു വൃത്തത്തിന്റെ ഏറ്റവും വലിയ കോഡ് എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ ആണ്, വ്യാസമായിരിക്കും. അപ്പൊ തൊടുവരകൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോയിന്റിലെ തൊടുള്ളൂ. 8ാമത്തെ ചോദ്യം കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്തിട്ട് നിങ്ങൾ ചോദ്യം മനസ്സിലാക്കുക. സംഗതി സിമ്പിൾ ആണ്, പക്ഷെ ഒന്ന് നോക്കി നോക്കൂ. 8ാമത്തെ ചോദ്യത്തിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ
common difference of the arithmetic sequence x minus 1, x plus 1. എല്ലാം വെറുതെ ചോദ്യങ്ങൾ ചോദിച്ചു പോകണ്ടല്ലോ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന്റെ സൊല്യൂഷൻ കിട്ടിയിട്ട് രണ്ടാമത്തേക്ക് പോവാം. അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം പറയാണ്. എക്സ് മൈനസ് 1 ഒരു ടേം, എക്സ് സെക്കൻഡ് ടേം, എക്സ് പ്ലസ് 1. ഇതിലെ കോമൺ ഡിഫറൻസ് ആണ് കാണേണ്ടത്. കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ എന്താ ചെയ്യാ? സെക്കൻഡ് ടേമിനും ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാ. അപ്പൊ എക്സ് മൈനസ് 1. അടുത്ത സ്റ്റെപ്പ് എക്സ് മൈനസ്, ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ആക്കാണ്. അപ്പൊ മൈനസ് 1 ഉണ്ടെന്ന് വിചാരിക്കും ഇവിടെ. അപ്പൊ മൈനസ് 1x. ഇനി മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ് 1. ഓക്കെ, അപ്പൊ ഇവിടെ പ്ലസ് എക്സ് മൈനസ് എക്സ് രണ്ടും കൂടി ക്യാൻസൽ ചെയ്താൽ കോമൺ ഡിഫറൻസ് 1 ഈ സീക്വൻസിലെ. ഏതുപോലെ? ഓക്കെ, 2 ഒരു നമ്പർ, അതിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 3 കിട്ടുക. അതിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 4 കിട്ടുക. ഈ മോഡലിലായിരിക്കും ഈ സീക്വൻസ് വരിക, നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ. ഇനി അപ്പൊ ഇത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയപ്പോ അപ്പൊ കോമൺ ഡിഫറൻസ് 1 കിട്ടിയത്. അപ്പൊ നമ്മളിപ്പോ ഈ സീക്വൻസ് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഒരു നമ്പർ 2, അതിന്റെ കൂടെ 1 ആഡ് ചെയ്താ പിന്നെ 3, പിന്നെ അതിന്റെ കൂടെ 1 ആഡ് ചെയ്താ 4. ഇത് ഈവൻ നമ്പർ, ഇത് ഓഡ് നമ്പർ, ഇത് ഈവൻ നമ്പർ, ഇത് ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, അങ്ങനെ സീക്വൻസ് പോവാം. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേക്കുക. ഇഫ് എക്സ് മൈനസ് 1 ഇസ് ആൻ ഈവൻ നമ്പർ. ഈ എക്സ് മൈനസ് 1 ഒരു ഈവൻ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സീക്വൻസ് ഇതായിരുന്നില്ലേ, എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1 ഇങ്ങനെ ആയിരുന്നില്ലേ ഇക്വേഷൻ. അപ്പൊ ഈ എക്സ് മൈനസ് 1 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, ഒരു ഇരട്ട സംഖ്യ ആണെങ്കിൽ, അടുത്ത ഇരട്ട സംഖ്യ ഏതായിരിക്കും? ഈ സീക്വൻസ് നോക്കിക്കൂ, ഇത് ഇരട്ട സംഖ്യ, അടുത്തത് ഒറ്റ സംഖ്യ. അടുത്ത ഇരട്ട സംഖ്യ എവിടെ കിടക്കുന്നത്? ഇവിടെ ഇല്ലേ, അതായത് എക്സ് പ്ലസ് 1 സ്ഥാനത്തല്ലേ കിടക്കുന്നത്. നമുക്കത് എഴുതി കൊടുത്തൂടെ? ബി ക്വസ്റ്റ്യൻ അടുത്ത ഇരട്ട സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് അത് എഴുതി കൊടുക്കുക. എക്സ് പ്ലസ് 1 ആയിരിക്കും അടുത്ത ഇരട്ട സംഖ്യ വരുന്നത്. കോമൺ ഡിഫറൻസ് എത്രയാണ്? എക്സ് മൈനസ് 1 കൂടെ എക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എക്സ് മൈനസ് 1 പ്ലസ് എക്സ് ആഡ് ചെയ്താൽ എത്ര വരും? എക്സ് മൈനസ് 1 പ്ലസ് എക്സ്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ എത്ര വരിക? -1 ആണ് അടുത്ത ടേം വരിക. ഇനി ഇതിന്റെ കൂടെ ഈ -1 കൂടെ അടുത്ത ടേം എത്ര ആയിരിക്കും വരിക? -1 കൂടെ നമ്മള് ഒരു 1 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ അടുത്ത ടേം 0 ആയിരിക്കും വരിക. പിന്നെ അതിന്റെ കൂടെ വേറൊരു ടേം അടുത്തത് ആഡ് ചെയ്താലോ 0 പ്ലസ് 1 അടുത്ത് 1 വരും. അതിന്റെ അടുത്ത ടേം എത്ര വരിക? 1 പ്ലസ് 1 2 വരും. അങ്ങനെ ഈ സീക്വൻസ് മുന്നോട്ട് പോകും. അപ്പൊ എന്താ പറഞ്ഞത്? If x minus 1 is an even number, x minus 1 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ which is the next even number? അടുത്ത ഈവൻ നമ്പർ ഏതാ വരിക? x plus 1 ആയിരിക്കും വരിക. x minus 1 ഈവൻ നമ്പർ, ഇത് ഓഡ് നമ്പർ, അത് ഈവൻ നമ്പർ, അങ്ങനെയായിരിക്കും സീക്വൻസ് പോവുക. ഇനി സി ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് the product of two consecutive even numbers. ഇപ്പൊ 2 ഈവൻ നമ്പർ നമുക്ക് കിട്ടിയില്ലേ? ഒന്ന് x minus 1, ഒന്ന് x plus 1. അതിന്റെ പ്രോഡക്റ്റ് എങ്ങനെ എഴുതുക? ഗുണിതം ആണ് നമ്മൾ ചോദിച്ചത്. x minus 1 x plus 1. എന്നിട്ട് ഇതാണ് പ്രോഡക്റ്റ്. അതെന്താ ചെയ്തത്? പ്രൂവ് ദാറ്റ് the product of two consecutive even numbers added to 1. ഇവയുടെ കൂടെ 1 ആഡ് ചെയ്താൽ gives a perfect square. ഏതുപോലെ? ഇതാ അപ്പൊ 2 ഈവൻ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ പ്രോഡക്റ്റ് നോക്കൂ. 2 × 4 പ്ലസ് 1 എത്ര വരിക? 2 × 4 8, 8 പ്ലസ് 1 9. 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? √9 സമം 3 എന്ന് കിട്ടൂലേ? വേറെ ഏതെങ്കിലും നമ്പർ എടുത്താലോ? നീ ഈ ഭാഗത്ത് 6ഉം അടുത്തത് 8 ആണെന്ന് വിചാരിക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് 1 കൂട്ടിയ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമോ? 6 8 എത്ര വരിക? 6 8 48. 6 8s are 48 plus 1 49. 49 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കണ്ടില്ലേ? 7ന്റെ സ്ക്വയർ ആണ് 49. അപ്പൊ ഈ മോഡലിലാണ്
ഇതിനുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. ഇനി 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഫിഗർ തന്നിട്ട് ഈ കോർഡിനേറ്റുകളൊന്നും തന്നിട്ടില്ല. ആകെ തന്നിട്ടുള്ളത് ഈ ഭാഗത്തുള്ള ഒരു കോർഡിനേറ്റ് ആണ്. ഇത് നമുക്ക് തന്നിട്ടുള്ളത് 3, 2 ആണ് ഈ ഭാഗത്തെ കോർഡിനേറ്റ്. ബാക്കിയുള്ള ബി, സി, ഡി ഇങ്ങനെ 3 പോയിന്റുകളിലെയും കോർഡിനേറ്റ്സ് നമ്മൾ കാണണം. അപ്പൊ ഇവിടെ 3 ആണെങ്കിൽ ഈ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിന് പാരലൽ ആണ്. ഇതൊരു സ്ക്വയർ ആണ്. ഇതിന്റെ ഡയഗണൽസ് ആണ് എ സിയും ബി ഡിയും. അപ്പൊ എ സി എക്സ് ആക്സിന് പാരലൽ ആണ്. എക്സ് ആക്സിന് പാരലൽ ആയ ഏത് പോയിന്റിലും വൈ കോർഡിനേറ്റ് സ്ഥിരമാണ്. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ 3 യൂണിറ്റ് ആണ് അകലം, അവിടുന്ന് അങ്ങോട്ട് 3. അപ്പൊ എത്രയാണ് സി എന്ന് പറയുന്ന പോയിന്റിലെ കോർഡിനേറ്റ് വരിക? വൈ കോർഡിനേറ്റ് നമുക്ക് 2 എന്ന് എഴുതാം. കാരണം ഇവിടെ 2 ആണ്. ഇവിടെ ഒരു പോയിന്റ് എടുത്താലും വൈ കോർഡിനേറ്റ് 2 ആണ്. ഇവിടെ 3. ഇങ്ങോട്ട് എത്താൻ 3 യൂണിറ്റ് കൂട്ടണം. 4, 5, 6. ഈ പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് 6, വൈ കോർഡിനേറ്റ് 2. ഇനി ഇങ്ങോട്ട് എത്തുമ്പോൾ ഈ 6 കൂടി വീണ്ടും 3 കൂട്ടണ്ടേ? 7, 8, 9. അപ്പൊ നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റ് എന്തൊക്കെ എഴുതാം? 9. വൈ കോർഡിനേറ്റ് ഇവിടെയൊക്കെ സ്ഥിരമാണ്. ഇവിടെ 3, 2, 6, 2. ഇവിടെ 9, 2. ഇതാണ് ഈ പോയിന്റുകൾ. അടുത്ത മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈ ആക്സിന് പാരലാണ് ഈ ലൈന്. അവിടെ എക്സ് കോർഡിനേറ്റ് ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ വൈ കോർഡിനേറ്റുകളൊക്കെ സ്ഥിരമായ പോലെ ഇവിടെ എക്സ് കോർഡിനേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ 3, 2 ആണ് ഈ ഭാഗത്തുള്ളത്. ഇനി നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ താഴത്തേക്ക് നോക്കുക. ഇവിടെ നമ്മൾ എക്സ് കോർഡിനേറ്റ് ഇത്ര 6 അല്ലേ? അതേ 6 ഇവിടെയും എഴുതുക. ഇനി വൈ എത്ര വരും? ഇവിടെ 2 ആണ്. അപ്പൊ ഇങ്ങോട്ട് 3 യൂണിറ്റ് അകലുണ്ട്. അപ്പൊ ഇവിടെ 2 ആണ്, ഇങ്ങോട്ട് 3 യൂണിറ്റ് അല്ലേ? 3, 4, 5. 6, 5 എന്നാണ് ഡി എന്ന് പറയുന്ന പോയിന്റിലെ കോർഡിനേറ്റുകൾ നമുക്ക് കിട്ടുക. ഇവിടെ 6, 5 എന്നായിരിക്കും. ഇനി താഴത്തേക്ക് വന്നാലോ? ഇവിടെയും എക്സ് കോർഡിനേറ്റുകളെല്ലാം സ്ഥിരമാണ്. 6, 6, 6. കറണ്ട് വൈ ആക്സിസിന് പാരലൽ സമാന്തര വരയിലൊക്കെ എക്സ് അക്ഷത്തിലെ സൂചക സംഖ്യകൾ സ്ഥിരമായിരിക്കും. അപ്പൊ ഇവിടെ 6. ഇനി വൈ കോർഡിനേറ്റ് നോക്കിയാലോ? ഇവിടെ 2 ആണ്. ഇവിടെ താഴത്തേക്ക് 1 യൂണിറ്റ് പോയപ്പോ 1. ഒന്നും കൂടി ഇറങ്ങിയപ്പോ 0. ഒന്നും കൂടി ഇറങ്ങിയപ്പോ -1. 3 യൂണിറ്റ് അല്ല അകലം. 6, -1 ആയിരിക്കും. ഏതുപോലെ? ഇങ്ങനെ ആയിരിക്കും നമ്മൾക്ക് ആ ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കോ. ഇവിടെ 6, -1. ഇവിടെ 9, 2. 5, 2. ഇവിടെ 3, 2. 5, 2 അല്ല. ഇവിടെ 6, 5. ബി എന്ന് പറയുന്ന പോയിന്റിലെ കോർഡിനേറ്റ്സ്. ഇത്രയും കൃത്യമായിട്ട് മാർക്ക് ചെയ്ത ഓരോന്നിനും ഓരോ മാർക്ക് ചെയ്തുള്ള 3 മാർക്ക് നമുക്ക്. അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം, 3 മാർക്കിന്റെ 10ാമത്തെ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ചതുർഭുജത്തിന്റെ ഒരു പ്രത്യേകത എതിർ കോണുകൾ സപ്ലിമെന്ററി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർ കോണുകൾ രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി കിട്ടണം. പിന്നെ എതിർ കോണുകൾ രണ്ടും അനുപൂരകങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി, ഈ 2 ആംഗിൾ കൂടി കൂട്ടിയ 210 തന്നിട്ടുണ്ട്. അതേപോലെ ആംഗിൾ ഡിയും ആംഗിൾ സിയും 250 തന്നിട്ടുണ്ട്. 1ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി? ചിത്രത്തിൽ നോക്കിയ ആംഗിൾ എയും ആംഗിൾ സിയും എതിർ കോണുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എത്രയാക്കി ആയിരിക്കും? ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയ വരേണ്ട തുക. എതിർ കോണുകൾ അനുപൂരകങ്ങളാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എവിടെ? ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഒരു ചക്രീയ ചതുർഭുജത്തിൽ. അപ്പൊ നമുക്ക് ഇവിടെ കാരണം എഴുതി കൊടുക്കാം. എന്തെഴുതി കൊടുക്കുക? സൈക്ലിക് എഴുതി കൊടുത്താൽ മതി, ചക്രീയ എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി ബി നോക്കിയാലോ? ഫൈൻഡ് മെഷേഴ്സ് ഓഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി. ആംഗിൾ എയും ആംഗിൾ സിയുടെയും അളവുകൾ നമ്മൾ കാണണം. അപ്പൊ നമുക്ക് അതിനുള്ള ക്ലൂ ഇവിടെ ഉണ്ട്. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിയ 210 ആണ്. അതേപോലെ ഈ ആംഗിൾ ഡിയും ആംഗിൾ സിയും കൂട്ടിയാൽ 250 ആണ്. ഇത് രണ്ടും കൂട്ടിയ 180 ആണെന്ന് നമുക്കറിയാം. നമുക്കൊരു കാര്യം ചെയ്യാം. ആംഗിൾ എ
പ്ലസ് ആംഗിൾ ഡി സമം 250 ഡിഗ്രി തന്നിട്ടുണ്ട് ചോദ്യത്തില്. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി സമം 250. ഇത് 210 ആണ്, ഇത് 250 ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 പ്ലസ് 2 ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. എഴുതി വെക്കാം. ഇവിടെ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ആണ്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്തൊക്കെ വരും? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്ലസ് 2 എന്തുണ്ട്? ആംഗിൾ ഡികൾ ഉണ്ട് അല്ലേ? 2 ആംഗിൾ ഡി. അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടിയാൽ എത്ര നമുക്ക് വരാന്നാ പറഞ്ഞിട്ടുള്ളത്? 460 ആണ്. ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയ 180 നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ 180 പ്ലസ് ആംഗിൾ ഡി സമം 460 ആണെങ്കിൽ ഡി കാണാൻ നമുക്ക് 460 മൈനസ് 180 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 280 കിട്ടും. അപ്പൊ നമുക്ക് കാണുന്ന ചോദ്യം എന്താണ്? ഡി കാണണം. ആദ്യം നമുക്ക് എല്ലാ ആംഗിളും കാണാം. ഡി എത്രയായിരിക്കും? അപ്പോ ഡി സമം 280 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് എത്ര വരിക? 1 4 140 ആയിരിക്കും ആംഗിൾ ഡി വരിക. ഈ കിട്ടിയ വരയിൽ നിന്നും ആംഗിൾ ഡി നമുക്ക് കിട്ടി 140 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി. അത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി രണ്ടും കൂടി കൂട്ടിയ 210 ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എ കാണാം. കാരണം ആംഗിൾ ഡിയുടെ വില 140 എന്ന് തന്നിട്ടുണ്ട്. സമം 210 ആണെങ്കിൽ ആംഗിൾ എ എത്രയായിരിക്കും? 210 മൈനസ് 140 ചെയ്താൽ പോരെ? 0 അതിൽ നിന്ന് 4 പോയാൽ 70 ഡിഗ്രിയാണ് ആംഗിൾ എ വരിക. 70 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എയും ആംഗിൾ സിയും കൂടി സപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ അതായത് രണ്ടും കൂടി കൂട്ടിയാൽ 180 വരണം. അപ്പോ ഇവിടെ എത്ര വരിക? 110. രണ്ടും കൂടി കൂട്ടിയാൽ 180 വരണ്ടേ? ആംഗിൾ ബി നമ്മളോട് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഈ ഓപ്പോസിറ്റ് ആംഗിൾസും സപ്ലിമെന്ററി ആയിരിക്കും. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. ചക്രീയ ചതുർഭുജത്തിൽ എതിർക്കോണുകൾ അനുപൂരകങ്ങളാണ്. അപ്പൊ അവിടെ 140 ആണെങ്കിൽ ഇനി 180 ആവാൻ എത്ര കൂട്ടണം? 40 കൂട്ടണം. ഇങ്ങനെ എല്ലാ ആംഗിൾസും നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താം. ഇനി 11ാമത്തെ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 36 സെന്റിമീറ്റർ നീളമുള്ള ഒരു സമചതുര പേപ്പറിൽ നിന്നും നമ്മൾ ഒരു സമചതുര സ്തൂപിക വെട്ടിയെടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സ്ക്വയർ പിരമിഡ് ഈസ് കട്ട് ഫ്രം എ പേപ്പർ ഓഫ് ലെങ്ത് 36 centimeter. The figure of a square sheet of paper is shown below. The length of one side of paper sheet is 36 centimeter. അതേപോലെ AB 10 centimeter. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു സ്ക്വയർ പിരമിഡ് കട്ട് ചെയ്തു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബേസ് എഡ്ജ് ഓഫ് ദ പിരമിഡ്? അതാണ് ചോദ്യം. അപ്പൊ ഇതാണ് ഒരു സമചതുര സ്തൂപിക അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്ക്വയർ പിരമിഡ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ പിരമിഡിന്റെ ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ബേസ് എഡ്ജ് അഥവാ പാദവക്ക്. ഈ സൈഡ് എന്താണ്? പാർശ്വവക്ക് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ് എന്നാണ് ഇങ്ങനെ ഇതിന് പറയാം. ഇനി ഇവിടുന്ന് ഇതുവരെയുള്ള ഉയരാണ് സ്ലാന്റ് ഹൈറ്റ്. സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ആ ഓറഞ്ച് കളറിൽ നിങ്ങൾക്ക് കാണുന്നതാണ് സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം. ഇനി ഇവിടെ നോക്കുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ബേസ് എഡ്ജ് ഓഫ് ദ സ്ക്വയർ പിരമിഡ്? അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ് ബേസ് എഡ്ജ്. നോക്കിയാൽ നമുക്ക് കിട്ടും AB 10 ആണ്. അടുത്തത് വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ലാന്റ് ഹൈറ്റ് ആണ് ചെരിവ് ഉയരം. ആകെ വരെ 36 സെന്റിമീറ്റർ ആണ് ഇതുവരെയുള്ള ലെങ്ത്.
അതിൽ 10 സെന്റിമീറ്റർ ഇവിടെ ഇതിന് പോയി. ബാക്കിയുള്ളത് എത്രയാണ്? 26. അതിൽ പകുതി ഇവിടെ 13, പകുതി ഇവിടെ 13. ഇതുപോലെ എല്ലാ സൈഡിലും. അപ്പൊ ഇവിടുന്ന് ഇതുവരെയുള്ള ഉയരമാണ് എന്താ ചെരിവ് ഉയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും? 13 സെന്റിമീറ്റർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 36 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 13 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് ലാറ്ററൽ സർഫസ് ഏരിയയാണ് ചോദിച്ചിട്ടുള്ളത്. പാർശ്വതല പരപ്പളവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ലാറ്ററൽ സർഫസ് ഏരിയ 2AL 2 × 10 × 13 ചെയ്താൽ മതി. അപ്പൊ എത്ര വരിക? 2 3s are 6, 2 1s are 1, പിന്നെ 0 2 എടുക്കുക. ഇത് ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും പിരമിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ഇതോടെ 3 മാർക്കുള്ള ചോദ്യങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചു. 4 മാർക്കിന്റെ 2 ചോദ്യങ്ങളും കൂടി ചെയ്തിട്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള പാർട്ട് അടുത്തതിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ 12ാമത്തെ ചോദ്യം, what is the sum of the first 5 terms of the arithmetic sequence 1, 3, 5, 7, etc. അതിൽ 4 ഉപചോദ്യങ്ങളുണ്ട്. 4ന് ഓരോ മാർക്ക് വീതം. അങ്ങനെയാണ് നമുക്ക് 4 മാർക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഉത്തരം കണ്ടെത്തിയിട്ട് രണ്ടാമത്തേക്ക് പോവാം. അപ്പൊ അതെന്താണ്? 1, 3, 5, 7 ഇങ്ങനെ തുടരുന്ന ഈ സീക്വൻസിന്റെ 5 പദങ്ങളുടെ തുകയാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ. സം ഓഫ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n² ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ ഉള്ള n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേംസ്, എത്ര പദങ്ങളുണ്ട്? ഇവിടെ 5 പദങ്ങളാണ്. ആ 5 പദങ്ങളുടെ തുകയാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ അതിന്റെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? n = 5 ആണെങ്കിൽ n² = 5² ആണെങ്കിൽ എത്ര വരിക? = 5 × 5 = 25 ആയിരിക്കും ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കി നോക്കാം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്? ഇങ്ങനെയുള്ള 1, 3, 5, 7 5 പദങ്ങളുടെ തുക n² എന്ന് പറഞ്ഞാൽ നമ്മൾ 25 എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ n ടേംസിന്റെ n പദങ്ങളുടെ തുക എത്രയായിരിക്കും? n². അതാണ് അതിന്റെ ഉത്തരം. അപ്പോ എയുടെ ഉത്തരം 25, ബിയുടെ ഉത്തരം n² ആണെങ്കിൽ ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് 1/n, 3/n, 5/n, 7/n ഇങ്ങനെ തുടരുന്ന ഈ സീക്വൻസിന്റെ സം കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയായിരിക്കും? അപ്പൊ അതിന്റെ ഈ സീക്വൻസിന്റെ ഉത്തരം നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് 1/n, 3/n, 5/n ഇങ്ങനെ തുടരുന്ന ഈ സീക്വൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മൾ 5 പദങ്ങളുടെ തുക 25 ആണ് അല്ലെ? അതായത് ഇത് വളരെ ഈസി ആയിരുന്നു. ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ 5 പദങ്ങളെ 1, 3, 5, 7 തുടങ്ങുന്ന ഒറ്റ സംഖ്യകളുടെ ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 1, 3, 5, 7 ഇങ്ങനെ പോകുന്ന സീക്വൻസിലെ ആദ്യത്തെ ഫൈൻഡ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീക്വൻസ് എന്നാൽ ഓഡ് നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇക്വേഷൻ Sn = n² ആണ്. അപ്പൊ ഇവിടെ n എത്രയാ? n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം 5 ആണ്. 5² ചെയ്താൽ 25 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്ത ചോദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ 1/n, 3/n, 5/n, 7/n ഇങ്ങനെ തുടങ്ങുന്ന ഒരു സീക്വൻസിന്റെ സം എന്തായിരിക്കും? നമുക്കറിയാം 1, 3, 5, 7 ഇതിന്റെ സം n² ആണ്. അപ്പൊ അത് ഡിവൈഡ് ബൈ n, n² ഡിവൈഡ് ബൈ n ചെയ്താൽ ഈ എന്നും ഈ സ്ക്വയറും കട്ട് ചെയ്തു പോയ ഈ സീക്വൻസിന്റെ തുക n ആണ്. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആണ് അടുത്ത ചോദ്യം. എന്താണ്? 1/2020, 3/2020, 5/2020 ഇങ്ങനെ പോകുന്ന ഈ സീക്വൻസിന്റെ തുക എന്തായിരിക്കും? മുകളിൽ നോക്കിയപ്പോൾ ഡിനോമിനേറ്റർ അഥവാ അംശത്തിൽ 1, 3, 5, 7 ഒറ്റ സംഖ്യകൾ തന്നെയാണ്. അവയുടെ തുക കാണാൻ നമുക്ക് n² ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സം n² ഡിവൈഡഡ് ബൈ n. എന്നിന്റെ സ്ഥാനത്ത് ഇങ്ങനെ പോകുന്ന 2020 പദങ്ങളുടെ തുകയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ സം ഓഫ്
220 ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ n എത്ര വരിക? 220. പിന്നെ സ്ക്വയർ ഇടുക, താഴെ ഡിനോമിനേറ്ററിൽ എത്രയാണ്? n 220 ആണ്, 2020 ആണ്. അപ്പൊ ഇവിടെയൊക്കെ 2020, 1/2020, 3/2020, 5/2020 ഇങ്ങനെ ആവർത്തിച്ചു പോകുന്ന ഈ സീക്വൻസിലെ 2020 പദങ്ങളുടെ സമ്മാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇക്വേഷൻ തന്നെയാണ് n² / n. ന്റെ സ്ഥാനത്ത് നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം 2020, അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2020. ഈ 2020 ഈ സ്ക്വയറും കട്ട് ചെയ്തു പോയാൽ 2020 ആയിരിക്കും ഈ സീക്വൻസിലെ 2020 ടേമുകളുടെ സം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ 13ാമത്തെ ചോദ്യം, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 4 സെന്റിമീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റേഴ്സ്. നീളം 4 സെന്റിമീറ്ററും നീളം 4 സെന്റിമീറ്ററും വീതി 2 സെന്റിമീറ്ററും ഉള്ള ഒരു റെക്ടാംഗിൾ നമ്മളോട് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശേഷം ഡ്രോ എ സ്ക്വയർ ഹാവിംഗ് ദ സെയിം ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ. ഈ റെക്ടാംഗിളിന്റെ അതേ ഏരിയയുള്ള ഒരു സ്ക്വയർ നമ്മൾ വരക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെയാണല്ലോ റെക്ടാംഗിൾ വരക്കാൻ പറഞ്ഞത്, 4 സെന്റിമീറ്റർ വരക്കാം. 4 സെന്റിമീറ്റർ നമ്മൾ വരച്ചതിന് ശേഷം അതിനൊരു പേര് കൊടുത്തോളൂ, AB എന്ന് പേര് കൊടുക്കുക. ഇത് 4 സെന്റിമീറ്റർ. തുടർന്ന് ഈ വീതിയുടെ വശം ഉണ്ടല്ലോ 2 സെന്റിമീറ്റർ, അത് നമ്മൾ ഇങ്ങോട്ട് നീട്ടി മാർക്ക് ചെയ്യുക. ഇത് C എന്ന് കൊടുക്കുക. ഇത് 2 സെന്റിമീറ്റർ. ശേഷം നമ്മൾ ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക. ഈ ലൈനിന്റെ ബൈസെക്ടർ വരയ്ക്കുക, സമഭാജി വരയ്ക്കുക. സമഭാജി വരക്കാൻ കോമ്പസ് ഇവിടെ വെച്ചിട്ട് പകുതിയിലധികം കോമ്പസിൽ എടുത്തിട്ട് ഇങ്ങോട്ടൊരാർക്ക് വരക്കുക. അളവ് മാറ്റാതെ കോമ്പസ് അവിടെ തന്നെ വെച്ചിട്ട് മുകളിലേക്ക് ഒരാൾക്ക് വരക്കുക. തുടർന്ന് നമ്മൾ കോമ്പസ് ഈ അറ്റത്ത് വെച്ചിട്ട് അതേ മെഷർമെന്റിൽ ഇങ്ങോട്ട് വരച്ച് ഈ ആർക്കിനെ കട്ട് ചെയ്യുക. അതേപോലെ കോമ്പസ് ഇളക്കാതെ അവിടെ നിന്നും ഇങ്ങോട്ടും ഒരാർക്ക് വരക്കുക. പിന്നീട് നമ്മൾ ഇവയെ കൂട്ടി യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ ഈ ലൈനിന്റെ ഒരു സെന്റർ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ കോമ്പസ് വെച്ചതിന് ശേഷം ഒരു ആർക്ക് വരക്കാം. അങ്ങനെ നമ്മൾ ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ വര ഉണ്ടല്ലോ, ഇവിടുന്ന് മുകളിലേക്ക് ഈ സർക്കിളിൽ, ഈ സെമി സർക്കിളിൽ കൂട്ടിമുട്ടുന്ന തരത്തിൽ ഒരു വര വരക്കുക. എന്നിട്ട് ഈ മെഷർമെന്റ് എത്രയാണോ അതന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ കോമ്പസ് വെച്ചിട്ട് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. കോമ്പസ് മുകളിൽ വെച്ചിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരച്ചാൽ ഈ റെക്ടാംഗിളിന്റെ അതേ ഏരിയയുള്ള ഒരു സ്ക്വയർ നമുക്ക് കിട്ടുന്നതായിരിക്കും. 2020 SSLC മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ ചോദ്യങ്ങൾ, ആദ്യത്തെ 13 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് നോട്ട് എഴുതിയിട്ട് ചെയ്തു പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു.